പറയുന്നില്ല. കൂട്ടത്തിൽ 19 മുതിർന്ന ആൾക്കാർ സംസാരിക്കാം. അല്ല നിങ്ങൾ തുടങ്ങാം. അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നീ പറയണം കേട്ടോ, സമീറും പറയണം, ക്രൂവിൽ വെച്ച് ഫിറോസും ശിവനെ വെച്ച് ബാക്കി എല്ലാവർക്കും പറയാം. കള്ളം തുടങ്ങട്ടെ. നിങ്ങള് ശ്യാമപ്രസാദിന്റെ ഒക്കെ പടം കണ്ട് റിവ്യൂ ഇലക്ട്രയും ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോ പറഞ്ഞാൽ മതി. ഇലക്ട്ര അപ്പൊ മാറി നിൽക്കുവോ? സിഗരറ്റ് ഒരു പാക്കറ്റ് സിഗരറ്റ് ഒരു പാക്കറ്റ് പറയൂ പറഞ്ഞു. ഇങ്ങനെയാണോ എടുക്കണ്ടേ? അല്ല അഹങ്കാരത്തോടി പറയും. പക്ഷെ മൂന്നാമത്തെ ഷോട്ട് എടുക്കുമ്പോ നിങ്ങളെ കുറുക്കമ്മല് കേൾക്കുന്നത് 3-4 മണിക്കൂർ ശവം ആരും എങ്ങനെയാണ്? കഥ മനസ്സിലാവത്തിനുണ്ടോ? അല്ല ആ കഥ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കിയത് അതിനാണോ? അതായത് മനസ്സിലാകാത്തവർക്ക് വീണ്ടും കാണുന്നതാണ്. കണ്ട് മനസ്സിലാക്കി കൃഷ്ണപ്രസാദ് സ്ക്രിപ്റ്റ് എഴുതിച്ചിട്ടേ നിങ്ങളൊക്കെ കൊണ്ടുപോകും. മറ്റേ പോലീസുകാരുടെ വെടിയുന്ന അബദ്ധത്തിലല്ലേ? പക്ഷേ ആ വെടി പുറകിലല്ലേ കൊണ്ടത്? നിങ്ങൾ നിൽക്കുന്ന നേരല്ലേ അവിടെ കൊണ്ടതല്ല. പക്ഷെ സെന്റർ നന്നായിട്ടുണ്ട്. മറ്റേ പോലീസുകാരെ വന്ന് പുള്ളി എടുത്തോണ്ട് പോയി. അത് പോലീസല്ല, വാർത്തയെ വായിച്ച് ആ ടീമാണ്. ഡീസൽ വേറെയാണോ? പുള്ളി ഇവരെ കൊല്ലാൻ വന്നതാണ്. പുള്ളി ഇവരെ കൊല്ലാൻ വേണ്ടി വന്ന. അപ്പൊ ഈ ഡീസൽ വാങ്ങിക്കാൻ പോയതാരാ? ഡീസൽ വാങ്ങിക്കാൻ പോയത് അയാൾ ലാസ്റ്റ് പക്ഷേ പോലീസുകാരല്ലേ പറഞ്ഞത് ഇതിനകത്ത് മെയിൻ വില്ലൻ ആരാണ്? ശിവന്റെ കൂടെ ഡീസൽ മേടിക്കാൻ പോയത്? മെയിൻ വില്ലൻ ആരാന്ന് മെയിൻ വില്ലൻ ഞാനാ. ആ സാറേ ഫോൺ അത് ഞാനാ. അല്ല ആ സാറിന്റെ ക്യാരക്ടർ നമ്മൾ കാണിക്കുന്നില്ല. ഇവൻ ഒരു വാക്കുണ്ട്, മുരളി സാർ പറഞ്ഞല്ലോ എന്നൊരു വാക്ക് കേട്ടില്ലേ? അതാണ് ഇവൻ. ഇത് ഒരാ 3 പടത്തിലും മുരളി അത് അപ്പൊ പറഞ്ഞോ, ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതെ, കുഞ്ഞച്ചൻ ചില ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. അഭിപ്രായം പറഞ്ഞു. കാണേണ്ടതായിട്ടുണ്ട്. ഇത് ആർക്കാണ് ഡൗട്ടുള്ളത്? സാധാരണ ഭാഷയിലേക്ക് എത്തുമ്പോൾ പറയാൻ പറ്റില്ല. ബുദ്ധിജീവികൾക്ക് എത്തും. ഇഷ്ടപ്പെടും. ബുദ്ധിജീവികൾക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ചെയ്യുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. കാരണം ക്യാരക്ടർ സൂക്ഷ്മം വായിക്കണം. ആ വണ്ടി നമ്പർ എഴുതുന്നതും അവസാനത്തെ വണ്ടി നമ്പർ ഒക്കെ നമ്മൾ നോക്കണം. അല്ല അത് വണ്ടി നമ്പർ വേണമെങ്കിൽ വണ്ടിയുടെ ഒരു ക്ലോസപ്പ് ഷോട്ട് എടുത്തിടായിരുന്നു. അതാണ് ഞാൻ ശിവനോട് ആദ്യം ചോദിച്ചത്. മറ്റേ നക്സലൈറ്റ് ആണോ ടെററിസ്റ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? മറ്റേ ടീം ഒരു ഷോർട്ട് ഫിലിം കുഴപ്പമില്ല. നിങ്ങള് ബാക്കിയുള്ളത് പറ. സമീറ പറയടാ. പക്ഷെ അവസാനം വരെ ആ ഒരു ഫീൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. മീൻസ് ഇന്റൻസ് മൂഡ് അല്ലേ ലാസ്റ്റ് വരെ. നെഗറ്റീവ്സ് എന്തെങ്കിലും? പിന്നെ ശിവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വലിയ കലാകാരൻ ഷിബു പറഞ്ഞ പോലെ എനിക്ക് അത്രയും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. എല്ലാ ഷിബുവിന്റെ ട്രെയിനിങ് ഇയാൾക്ക് വരെ വേറെ ആരെങ്കിലും അതാണ് കൈ നിന്ന സംഭവം. സ്ക്രിപ്റ്റില്ലാത്ത ഐറ്റം. ഞങ്ങള് കുറച്ചു അങ്ങനെയൊക്കെയാണ്. അങ്ങനത്തെ ഒരുത്തനാണ് ഞാൻ. സമീർ എന്താണ് സമീറിന് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും? ബാക്കിയുള്ളവർ പറയട്ടെ. സമീർ ലാസ്റ്റ് പറഞ്ഞു. ഞാൻ അഭിപ്രായം പറഞ്ഞു. ഇല്ല, സമീർ ലാസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാല് ഇതിന്റെ പരിമിതികളും ഇതിന്റെ ഓരോ ഷോട്ടിന്റെ റിസ്ക്കും
ഓരോ ആക്ടേഴ്സിന്റെ പരിമിതി, ഇതൊക്കെ ഏറ്റവും നന്നായിട്ട് അറിയാന്നുള്ളത്. അതാണ് അവൻ ലാസ്റ്റ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിൽ എഡിറ്റിംഗിൽ എത്രത്തോളം മാറ്റം വന്നതും സത്യം പറയാം. ഇപ്പൊ നിങ്ങൾ കണ്ടെന്ന് വെച്ചാൽ ഏകദേശം ഈ 23 മിനിറ്റിൽ നിങ്ങൾ ഒരു 230 ഷോർട്സ് കണ്ടിട്ടുണ്ടാവും. ഞങ്ങളൊരു 500 ഷോർട്സ് ഉണ്ടായിരുന്നു. ഒരു 500-ൽ പരം ഷോർട്സ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അതിൽ പലതും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ മനസ്സിൽ ആശിച്ച് കൊതിച്ചു വെച്ച പല ഷോർട്സ് അതിൽ കണ്ടിന്യൂറ്റി പലപ്പോഴും ആർട്ടിസ്റ്റിന്റെ കണ്ടിന്യൂറ്റി മാറിയിട്ടുണ്ട്. അതൊക്കെ അത് ആദ്യം അയാളോട് പറയുന്നില്ലേ, കുടിച്ച് വണ്ടി ഓടിച്ച് അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ക്ലോസപ്പ് കാണിച്ചു. അത് മറ്റവൻ ഡയലോഗ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഇടയ്ക്ക് അല്ല അതവന്റെ സ്ഥായിയായ ഭാവം. അല്ല സ്ക്രിപ്റ്റ് വരുമ്പോഴത്തേക്കും പക്ഷെ എന്റെ അടുത്ത് ഇത് കണ്ടവരെല്ലാം പറഞ്ഞു വിവേക് ഭയങ്കര നന്നായിട്ടുള്ളതെന്ന്. അത് മാത്രമല്ല, പക്ഷെ ആ ക്യാരക്ടറിന്റെ സ്ക്രിപ്റ്റ് ചെയ്ത ഡൈലൻ പറഞ്ഞില്ല. ഡൈലന് ശിവൻ സെക്കൻഡ് ഹാഫിൽ ഇഷ്ടപ്പെട്ടു, പുള്ളിക്ക് മേക്കിംഗ് ഇഷ്ടപ്പെട്ടു. പുള്ളിക്ക് ഏറ്റവും ഇതായിട്ട് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാല് വിവേകിന്റെ ക്യാരക്ടർ ആ ഒരു ഇന്റൻസിറ്റി കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ അവൻ ഭാവങ്ങൾ ഇടുമ്പോഴത്തേക്കും ഭയങ്കര ഓവറാണ്. അവൻ ആ തോളി കൈവെക്കണ ഞാൻ ഇങ്ങനെയല്ല അവന് പറഞ്ഞു കൊടുത്തത്, വളരെ മൃദുവായിട്ട് എടുത്തുകൊണ്ട് പോയി അവിടെ ഇടണമെന്നുള്ള പുള്ളിയുടെ അത് നമ്മൾ ആദ്യമേ പറഞ്ഞ 4 തവണ എടുക്കേണ്ടി ഈ സീന്. അവിടെ ഇവൻ തീരുന്ന പറഞ്ഞിട്ട് ബോറാണ്. അന്ന് തന്നെ നമ്മൾ പറഞ്ഞത് അത് കട്ട് ചെയ്യണം. കാര്യം അത് വേറെ കാര്യമുണ്ട്. ഇത് ചെയ്യുമ്പോ ഷിബു പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഓരോ ഡയലോഗ് പറയുമ്പോഴും ഒരു ഗ്യാപ്പ് ഇട്ട് വേണം പറയാൻ. ഞാൻ മറ്റേ സീനിൽ ഒറ്റയടിക്ക് ഡയലോഗ് പറയാം, സാറേ ഇവന്റെ ഈ പോലീസ് സ്റ്റേഷൻ ആക്കത്തിന് മുന്നേ എന്നുള്ള ഡയലോഗില്ലേ, അത് ഞാൻ ഭയങ്കര സ്പീഡിൽ പറഞ്ഞു. അത് ഇത്തിരി പതുക്കെ നിർത്തി പറയാൻ ഡയലോഗായിരുന്നു. പെട്ടെന്ന് പോയി, അത് വലിയ പ്രധാനപ്പെട്ട ഡയലോഗാണ്. അതൊന്നും ആ സ്പീഡിൽ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എത്തിയോന്ന് എനിക്ക് സംശയമുണ്ട്. ഫീൽ വന്നില്ല. അല്ല അത് 5 കട്ടാ, നിനക്കറിയില്ല. 5 കട്ടില് 2 ലോങ്ങാ. 2 സജഷൻ എടുക്കുമ്പോ ഇവന്റെ അടുത്ത് പറയും നീ അങ്ങോട്ട് പറഞ്ഞു. കുഞ്ഞച്ഛനെ ആരും പിടിയിട്ടില്ല. പറഞ്ഞോട്ടെ 3 വാക്കുകളാണ്. അടുത്ത അസിസ്റ്റന്റ് അല്ല പറയട്ടെ, അവര് പറയട്ടെ. കുഞ്ഞച്ഛൻ അല്ല എനിക്ക് കുഴപ്പമില്ല. നേരത്തെ നസാണി പറഞ്ഞ തന്നെ, അതായത് ഷോർട്ട് ഫിലിം ആയതുകൊണ്ട് ചിലപ്പം പെട്ടെന്ന് കാണുമ്പം സാധാരണക്കാർക്ക് ചിലപ്പം മനസ്സിലാകാൻ ബുദ്ധിമുട്ട് ചിലപ്പം വന്നേക്കാം. പോരായ്മകൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ശിവനെ പേടിക്കുന്ന വിമർശിക്കാൻ കേട്ടോ. ഇല്ല, വിമർശനമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു കാര്യം പറയട്ടെ, ഒരുപാട് ഇമോഷൻസ് ഈ സിനിമയിൽ കാണിക്കുന്ന ഒരു ക്യാരക്ടർ ഒന്നും എന്റെ ഒരു ക്യാരക്ടറാണ്. മറ്റവൻ നിർവികാരനായി നിൽക്കുന്ന ഒരാളാണ്. നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ഒരാളായിരുന്നെങ്കിൽ ഇതിന് നല്ല റിസൾട്ട് ഈ പടത്തിന് വന്നേനെ. അത് സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അത് സത്യമാണ്. കാരണം എന്റെ കഴിവ് വെച്ച് ഈ അണ്ണാടക്കടലും തന്നാടെ എന്ന് പറഞ്ഞ സാധനമാണ് ഒന്നുകൂടെ പറഞ്ഞ ശിവേട്ടനെ നന്നാക്കാൻ പറ്റിയേനെ കുറച്ചുകൂടെ അല്ലേ? പറ്റിയത്. പക്ഷെ ആ വലിയ ഡയലോഗ് മാത്രം തന്നെ ഉള്ളൂ, അതിനുശേഷം ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല. അല്ല സെക്കൻഡ് ഹാഫിൽ ഞാൻ സീരിയസ് ആയിട്ട് എനിക്ക് മൊത്തത്തിൽ ഓക്കെ എന്നേ ഉള്ളൂ. കുറച്ചുകൂടെ നന്നാക്കാൻ തീർച്ചയായും. അതെന്താ സംഭവിച്ചെന്ന് ഞാൻ 2-ൽ നിന്ന് കുറച്ചെങ്കിലും എന്താ പറയാ ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞാൻ. നീ 2-ന്റെ എന്റെ ഡിവി എടുത്തിട്ടുണ്ടോ? മാഷ് പറഞ്ഞു. മാഷ് കറക്റ്റ് പറഞ്ഞു. അല്ല മൊത്തത്തിൽ സാധനം കൊള്ളാം, പക്ഷെ പല 2 തവണ കാണേണ്ടി വരും ഒരു പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ. 2 തവണ ഇനി ഒന്നുകൂടെ കാണുമ്പോൾ അല്ല സിമ്പിൾ ആക്കാൻ അല്ല കുറച്ച് ആൾക്കാർക്ക് ചിന്തിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തത് അങ്ങനെ ചെയ്തത്. ഒന്നുമില്ല, എല്ലാം കറക്റ്റ് ഡയലോഗാണ്. പിന്നെ അതിൽ എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. ഒരാളുടെ പേര് പോലും വിട്ടിട്ടില്ല. കഥാപാത്രങ്ങളുടെ ലിങ്ക് ഫസ്റ്റിൽ നമ്മൾ കാണിക്കുന്ന വണ്ടി നമ്പറും യഥാർത്ഥ വണ്ടി നമ്പറും 56 86 ആണ്. ഒരാൾ ഫോണിലൂടെ, ഞങ്ങൾ അതാണ് ലോജിക്ക് ഉദ്ദേശിച്ചത്. ഒരാൾ ഞാൻ ഇത് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇവനെ വിളിച്ച് ചോദിക്കും ഈ ക്ലൈമാക്സ് തന്നെ പറയാം. ഞാൻ ഇവന്റെ അടുത്ത് ചോദിച്ചു അവർ വണ്ടി കയറി പോണ കാണിക്കണോ ഞാൻ ചോദിച്ചു. അത് ഞാനും ഡൈലനും തമ്മിൽ ഇപ്പോഴത്തെ ക്ലൈമാക്സ് നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ ഇവർ വണ്ടി കയറി പോയിട്ട് വീണ്ടും ഫോണിലേക്ക് വരണതാണ്. ഡൈലൻ തന്ന പ്രകാരം എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് പ്രകാരം ആ ഫോൺ എടുത്ത് എറിയില്ലേ, പോകാനല്ലേ, അത് പറഞ്ഞിട്ട് ഈ ഫോണിലേക്ക് പോകുന്ന സ്ഥലത്ത് എൻഡ് ചെയ്യണം.
അവിടെ നിന്നാണ് ഞാൻ വീണ്ടും 2 എക്സ്ട്രാ ഷോട്ട് ഞാനും പുള്ളിയും തമ്മിൽ ഒരുപാട് തർക്കിച്ചിട്ട് ഇട്ടതാ അത്. ഇതിനകത്ത് ശിവേട്ടൻ പറയുന്ന ലെങ്തി ഡയലോഗ് രണ്ടാമത് എഴുതി ചേർത്തത് അത് ഞാൻ അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ട് രണ്ടാമത് വന്ന ഡയലോഗാണ് അതായത് ആ ലിങ്ക് പറഞ്ഞത്. പിന്നെ തുടക്കത്തിൽ അത് ഫുൾ അത് ഇവനും അറിയാം. ഫസ്റ്റിൽ നിങ്ങൾ ടൈറ്റിൽ റഷസിന് മുമ്പ് കണ്ടതെല്ലാം ഞാൻ ചെയ്തതാണ്. ഞാൻ അത് സ്ക്രിപ്റ്റിലൊന്നും ഇല്ല. ആ ഫസ്റ്റിലെ നമ്പർ പറഞ്ഞതും ആ ഫ്ലാറ്റിനകത്ത് എന്റെ ഫ്ലാറ്റിനകത്ത് വെച്ചാൽ അത് ചെയ്യുന്നത്. ഒരു ദിവസം അതാണ് ആ പെൺകുട്ടിയെ അയാളാണിത്. ഇവൻ ലാസ്റ്റ് ആ പെൺകുട്ടിയുടെ റിയാക്ഷൻ അത് അല്ല ഇവിടെ എന്താ ഞാൻ പറഞ്ഞുതരാം. ആ പുള്ളി ആ പെൺകുട്ടി അവിടെ വന്നിട്ട് അവനെ പിടിച്ചിട്ട് ആ പ്രതിയെ പിടിച്ചിട്ട് പറഞ്ഞു ഡാനിയൽ എന്ന്. അതേ ഡയലോഗ് ശിവൻ ലാസ്റ്റ് കണ്ടു. നിന്റെ കുട്ടിക്ക് പേര് നോക്കിയോ? അപ്പം പറയും ഡാനിയൽ, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ ശിവന് പിറക്കാൻ പോകുന്ന കുട്ടിയെ അവനിൽ കാണുന്നത്. മനസ്സിലായില്ലേ? എനിക്കൊരു കുഞ്ഞ് അവിടെ ജനിക്കുമ്പോ അവള് എന്നിട്ട് തുടർന്ന് പറയുന്നത് എന്തൊരു വേദന, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ അതില് ഡയലോഗ് സ്ക്രിപ്റ്റിൽ പ്രത്യേകിച്ച് അവൾക്ക് ഗർഭിണികളെ പോലെ വയറില്ലാന്ന്. അത് ഗർഭിണിയെ പോലെ ആ വയറ് വെച്ചെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായാണ് അവന്റെ ഭാര്യ എന്തൊരു വേദന. അപ്പൊ പുള്ളി പറഞ്ഞു അത് വേണ്ട, പർപ്പസ്ഫുള്ളി പുള്ളി പറഞ്ഞു സിമിക്ക് ഗർഭിണികളെ പോലെ വയറില്ല എന്നുള്ളത് പുള്ളി പറഞ്ഞു. പിന്നെ ആ സീൻ അതങ്ങനെ അവൻ പിടിച്ചല്ല, അവന്റെ സ്വപ്നം കാറിൽ റമ്മുണ്ട് അടിച്ചിട്ട് കിടക്ക്. അത് കഴിഞ്ഞിട്ട് ഇവൻ ഇത് എവിടെയൊക്കെയോ കാണുകയാണ്. എവിടെ? ആ പള്ളിമണി മാത്രമാണ്. അത് ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ അവർ പള്ളിമണി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവന് കാണിക്കുന്ന എംറ്റി ബോട്ടിൽ കാണിക്കുന്നത് മദ്യക്കുപ്പി ഒഴിഞ്ഞ് കിടക്കുന്നതിനാണ് ഇവൻ ആ കൈ പോണത് എങ്ങനെ ഒഴിഞ്ഞ കുപ്പിയിലൂടെ പോയിട്ടാണ് തോക്കെടുക്കുന്നത്. തോക്കെടുത്തിട്ട് എന്നെ കൊണ്ടും പറ്റുമെന്ന് നോക്കട്ടെ. എന്റെ കൈ വിറക്കില്ല എന്ന് പറയുമ്പോൾ അവന്റെ കൈ ഭയങ്കരമായിട്ട് വിറക്കുക. അപ്പൊ മറ്റേ ആളുടെ വിചാരം അയാൾക്ക് ഇവനെ കൊല്ലാം. ജസ്റ്റ് അനദർ 10 കിലോമീറ്റേഴ്സ്. ഇതൊരു കൊടും കാടല്ല. അങ്ങനെ ഒരു രീതിയിലാണ്. ഇനി പിന്നെ മൊത്തത്തിൽ മേക്കിങ്ങിന് അല്ല പക്ഷെ രണ്ടാമത്തെ കാര്യം പറയേണ്ടത്, നിങ്ങൾ വിമർശിക്കുമ്പോൾ പറയണ്ട, ഒന്ന് മേക്കിങ്ങിനെ പറ്റിയ പാളിച്ചകൾ പറയണം. എവിടെയാണ് എനിക്ക് പഠിച്ചത്. പിന്നെ രണ്ടെന്ന് വെച്ചാല് പിന്നെ ക്യാമറമാൻ എനിക്ക് തോന്നില്ല വലിയ പാളിച്ചകൾ വരും. കാര്യം ഭയങ്കര അത്രയും വൃത്തിയുള്ള ഫ്രെയിംസ് ആണ് തന്നത്. അവൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. ഫസ്റ്റ് ടൈമാണ് HD ക്യാമിൽ ചെയ്യുന്നത്. പിന്നെ അതിലൊക്കെയുള്ള പോരായ്മകൾ പറയാം, സ്ക്രിപ്റ്റിലുള്ള പോരായ്മകൾ പറയാം. അത് മെജോല്ലേ ശരി. അല്ല മെജോയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഏറ്റവും നന്ദിയുള്ളത് മെജോയുടെ അടുത്ത കാര്യം. അവൻ 7 ദിവസം കൊണ്ടാണ് അവൻ ഇത് ചെയ്തത്. അവൻ ട്രാഫിക്കിന്റെ വർക്കിലായിരുന്നു, അതിനിടയ്ക്ക് ഇരുന്നിട്ട് ചെയ്തത്. ഭയങ്കര നന്നായിട്ട് തന്നെ. എന്നും പോകുമ്പോഴേക്കും മെജോയ്ക്ക് ഒരു സ്വഭാവം ഉണ്ട്, മൊബൈൽ ഓഫ് ചെയ്തിടും. അപ്പൊ ഞാനിങ്ങനെ മൂഡ് പറഞ്ഞു കൊടുക്കും. അതില് ഞാൻ പറഞ്ഞു ചൈനീസ് ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അതാണ് ഈ ശിവനെ അവരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി വായിക്കുന്നത്. ആ ചേച്ചി ആ തലയിൽ തൊടുമ്പോഴും പിന്നെ നീ അവളെ പറ്റി പരാമർശിക്കുമ്പോഴും നിങ്ങൾ ആ ഡ്രീമിന്റെ തുടക്കത്തിൽ വരുമ്പോഴൊക്കെ അത് ഭയങ്കര എക്സലന്റ് ആയിട്ടാണ് ചെയ്തത്. ഇനി മാഷ മേക്കിങ്ങിലൊന്നും പറഞ്ഞില്ല, ധൈര്യമായിട്ട് പറഞ്ഞ മാഷേ നമ്മുടെ പോരായ്മകൾ എല്ലാം പറഞ്ഞു ഒന്നാമത് നമ്മൾ അത്ര കീറി മുറിച്ച് പറയാനുള്ള ഒരു ഇതില്ല നമുക്ക്. നമ്മൾ കാണുന്ന ഒരു വ്യൂവർ ആയിട്ട് നോർമൽ സാധാരണ ഒരു വ്യൂവർ എന്നുള്ള രീതിക്ക് അല്ല ആ ഒരു ടെൻഷൻ ആ ഒരു എന്ന സിനിമയെ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രോസസിന്റെ ക്യാരക്ടറിന്റെ ലെങ്ത് അഭിനയം മെച്ചപ്പെട്ടിട്ടുണ്ട്. അഭിനയമാണ് അത് ഇതാ നല്ലത്. ആക്ടിംഗ് വൈസ് ഇതാ നല്ലത്. ഇതല്ലേ എന്താ നല്ലത്. കള്ളൻ എന്താ പറയണ? കള്ളൻ പറയണം. കള്ളൻ വീട്ടിലേക്കുള്ള വഴിയും പറഞ്ഞിട്ട് പോയാ മതി.